കണ്ണൂർ വളപട്ടണത്ത് പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച 1 കോടി രൂപയും 300 പവൻ സ്വർണവും കവർന്നു. വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണം പിടിച്ച പോലീസ് നായ വീടിന് പിറകിലെ റെയിൽവേ ട്രാക്കിലൂടെ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വഴി മോഷ്ടാക്കൾ രക്ഷപ്പെട്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വ്യാപാരിയായ അഷ്റഫും കുടുംബവും തമിഴ്നാട്ടിലെ മധുരയിൽ കുടുംബ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ മാസം 19-ന്. കണ്ണൂർ വളപട്ടണം മന്നയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഇന്നലെ രാത്രി 9:30ഓടെയും. വീട് തുറന്ന് അകത്ത് കടന്നപ്പോൾ കണ്ടത് തുറന്നു കിടക്കുന്ന ലോക്കർ. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 1 കോടി രൂപയും 300 പവൻ സ്വർണവും നഷ്ടമായെന്നാണ് വളപട്ടണം പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. നമ്മളെ കണക്ക് പ്രകാരം ഏകദേശം 1 കോടിക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല, ഇതിന് അക്കൗണ്ട് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റും. കാരണം ബാങ്കിലടക്കാൻ വെച്ച പൈസയാണ്. അപ്പോൾ അതിനകത്ത് സ്വർണം ഏതുണ്ട്, അവരെ മകളതും പിന്നെ മകന്റെ ഭാര്യൻ്റെത് അതല്ല. കാരണം ഇവിടെ ലോക്കറിലുണ്ട്, ഇവിടെ വെക്കില്ല. പിന്നെ പെങ്ങളത്. അഷ്റഫും കുടുംബവും മധുരയിലേക്ക് പോയതിന്റെ തൊട്ടടുത്ത ദിവസം ഈ മാസം 20-നാണ് കവർച്ച നടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. കിടപ്പുമുറിയിലെ ലോക്കർ താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് സ്വർണവും പണവും കവർന്നത്. ലോക്കർ പൂട്ടിയ ശേഷം മറ്റൊരലമാരയിലാണ് ഇതിന്റെ താക്കോൽ സൂക്ഷിച്ചത്. ഈ അലമാര പൂട്ടിയ ശേഷം താക്കോൽ മറ്റൊരു മുറിയിലെ അലമാരയിലും സൂക്ഷിച്ചു. ഈ അലമാരയും പൂട്ടിയിരുന്നെങ്കിലും താക്കോൽ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതുപയോഗിച്ചാണ് ലോക്കർ തുറന്ന് കവർച്ച നടത്തിയത്. വീടിന്റെ പിറകുവശത്തെ ജനൽ കമ്പി ഇളക്കി മാറ്റി മോഷ്ടാക്കൾ അകത്ത് കടന്നു. ഇളക്കി മാറ്റിയ ജനൽ കമ്പി വീടിനോട് ചേർന്ന് തന്നെ നീക്കിവെച്ചാണ് ഉള്ളിൽ കടന്നത്. മതിൽ ചാടിക്കടന്ന് 2 പേർ കോമ്പൗണ്ടിലേക്ക് കടന്നെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചന. ഇവിടെ അങ്ങനെ രാത്രി തന്നെ പോലീസുകാരൊക്കെ വന്നു. അങ്ങനെ സംഭവം നടന്നിരിക്കുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ഇവർ പോയത് ചൊവ്വാഴ്ചയാണ്. അപ്പം അതിനിടയിൽ ബുധനാഴ്ച ഇന്നലെ അറിഞ്ഞത്. അതിന് മുമ്പേ കാരണം ഇത് ഇവിടെ ഇവരുടെ ബന്ധുക്കളുണ്ട്, തൊട്ടടുത്തൊക്കെ ഉണ്ട്. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. മോഷണ സ്ഥലത്ത് മണം പിടിച്ച പോലീസ് നായ വീടിന് പിറകിൽ 1/2 കിലോമീറ്ററോളം മാറിയുള്ള റെയിൽവേ ട്രാക്കിലൂടെ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി. മോഷ്ടാക്കൾ ട്രെയിനിൽ കയറി പോയിരിക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ പോലീസ് കാണുന്നത്. പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുമെന്ന് കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ പറഞ്ഞു. ഇതൊരു ടീം നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് അനുസരിച്ച് ബാക്കി നടപടി എടുക്കും. ഇതുവരെ പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടി എടുക്കും. വീടുമായി നല്ല അടുപ്പമുള്ളവരോ വീടിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരോ ആകാം മോഷണത്തിന് പിന്നിലെന്ന സംശയമാണ് ബലപ്പെടുന്നത്. വീടിന് പിന്നിൽ റെയിൽവേ ട്രാക്ക് ഉള്ളതും ഇതുവഴി നടന്നാൽ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്നതും ഉൾപ്പെടെ കൃത്യമായ ധാരണ മോഷ്ടാക്കൾക്കുണ്ടായിരുന്നു. വ്യാപാരിയായ അഷ്റഫിന്റെ ജീവനക്കാരിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമുണ്ടെന്നാണ് സൂചന. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. മോഷണശേഷം പ്രതികൾ ഏത് ദിശയിലേക്ക് പോയി എന്ന് കണ്ടെത്താൻ റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ക്യാമറകൾ കൂടി പരിശോധിക്കും. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.